എല്ലാവർക്കും നമസ്കാരം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പൂജയും അമലും നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. പൂജയും അമൽ ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയാതെ തന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ വീഡിയോകൾ കാണുന്ന ആൾക്കാർക്ക് അറിയാമായിരിക്കും. പ്രത്യേകിച്ച് ഫാമിലി വ്ളോഗുകൾ കാണുന്നവർക്ക് പൂജേനെയും അമലിനെയും വ്യക്തമായിട്ട് അറിയാൻ പറ്റും. സ്നേഹിച്ച ആളുടെ കൂടെ ഇറങ്ങിപ്പോയ പൂജ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 10th പ്ലസ് 1 എന്തോ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ കുട്ടി ഇറങ്ങിപ്പോയത്. അതിനുശേഷം വീട്ടുകാരുമായിട്ട് വലിയ കണക്ഷനൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു. ഇപ്പോഴും വീട്ടുകാരുമായിട്ട് ഒന്നിച്ചല്ല പോകുന്നത് തോന്നുന്നു, പൂജയുടെ വീട്ടുകാരുമായിട്ട്. ഈ പറയുന്ന അമലിൻ്റെ വീട്ടിലാണ് അവർ താമസിക്കുന്നത്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ഇവരെ ഏതോ ഒരു ചാനൽ, വെറൈറ്റി മീഡിയ ഏതൊരു ചാനലിൽ ഇൻ്റർവ്യൂ എടുത്തു. അങ്ങനെയാണ് ഇവർ അറിയപ്പെട്ട് തുടങ്ങിയത്. അതൊരു ട്രെൻഡാണല്ലോ. എന്താണ് നടക്കാൻ പാടില്ലാത്ത നടന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ചാനലുകാർ അവരുടെ പുറകെ ആയിരിക്കും, ഇൻ്റർവ്യൂ അത് ഇതെന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞപ്പോഴേക്കും ഇവരൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവരുടെ ഡെയിലി ലൈഫ് അതിൽ കാണിച്ചു തുടങ്ങി. രാവിലെ പൂജ സ്കൂളിൽ പോകുന്ന വരെയുള്ള കാര്യങ്ങൾ, അത് കഴിഞ്ഞ് പൂജ തിരിച്ച് വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ, ഇതിനിടയ്ക്ക് അമൽ ജോലിക്ക് പോകുന്ന സമയത്ത് ആ ജോലിക്ക് പോകുന്ന കാര്യങ്ങൾ, ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോകൾ ഇട്ടുകൊണ്ടിരിക്കുന്നു. ഒരു സുപ്രഭാതത്തിൽ ഇവരുടെ യൂട്യൂബ് ചാനലുകളുടെ താഴെ നെഗറ്റീവ് കമൻറ്റുകൾ വന്നു. ഇവരുടെ ഭാഷയിൽ നെഗറ്റീവ് കമൻറ്റ്. പക്ഷേ ഒരു പാരൻ്റ് നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ പാരൻസ് കാണുമ്പോൾ അതൊരിക്കലും നെഗറ്റീവ് കമൻറ്റായിട്ട് പാരൻസിന് തോന്നില്ല. കാരണം പൂജ ആ ഒരു ഏജിലാണ് അമലിൻ്റെ കൂടെ ഇറങ്ങി പോകുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ ഈ കുട്ടി പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കൺസേൺ വെച്ചിട്ട് ഇവരുടെ വീഡിയോ കാണുന്ന ആൾക്കാരെല്ലാവരും താഴെ കമൻറ്റുകൾ ചെയ്ത് തുടങ്ങി. സ്വാഭാവികമായിട്ടും അവർ റിയാക്ട് ചെയ്യുമല്ലോ. അപ്പോൾ അവരുടെ റിയാക്ഷൻ വന്നു. ആ റിയാക്ഷനെക്കുറിച്ചാണ് നമുക്കിന്ന് സംസാരിക്കുന്നത്. അതിന് വന്ന ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളെല്ലാം തന്നെ റെലവൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അതായത് ഇവരുടെ ചാനൽ കണ്ടതിൻ്റെ ബേസിൽ, ചാനലിൽ കണ്ട കാര്യങ്ങൾ വെച്ചിട്ടാണ് അവർ ചോദ്യങ്ങൾ ചോദിച്ചേക്കുന്നത്. അതിന് ഇവർ കൊടുക്കുന്ന മറുപടി, ആ മറുപടി കൊടുക്കുന്ന രീതി, പ്രത്യേകിച്ച് അമലിന് എല്ലാവരോടും ഒരു പുച്ഛമാണ്. എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. അമലിന് എല്ലാവരോടും പുച്ഛമാണ്. നിങ്ങൾ നിൻ്റെയൊക്കെ കാര്യം നോക്കണം, നിങ്ങളെന്തിനാ ഞങ്ങളുടെ കാര്യം നോക്കാൻ വരുന്നത്? എന്നാൽ പിന്നെ നിങ്ങളെന്തിനാണ് നിങ്ങളുടെ കാര്യം സോഷ്യൽ മീഡിയയിൽ ഇടുന്നത്? എനിക്ക് ആദ്യമേ ചോദിക്കാനുള്ള ചോദ്യം അതാണ്. സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ അതിനകത്ത് അസ്വാഭാവികമായിട്ടോ അല്ലെങ്കിൽ അതിനകത്ത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളോ കാണുമ്പോൾ അവർ ചോദിക്കും. അതിന് മറുപടി കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കാണിക്കാതിരിക്കുക. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവരുടെ വീഡിയോ കണ്ടതിന് സംസാരിക്കാം. ബാ. ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് കുറച്ച് പേര് നെഗറ്റീവ് കമന്റ്സ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് റിപ്ലൈസ് ആണ് നമ്മൾ ഇന്ന് പറയുന്നത്. നെഗറ്റീവ് കമന്റ്സിനുള്ള റിയാക്ഷൻ ആണ് ഗൈസ്. ഇന്ന് പറയുന്നത് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇടുന്നത്, കാരണം നമ്മൾ അവസാനം അപ്ലോഡ് ചെയ്ത വീഡിയോ കുറെ ഇതിന് മുമ്പ് കുറെ നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ ഫുൾ നെഗറ്റീവ് കമന്റ് ആണ്. അപ്പോൾ നമ്മൾ നിങ്ങൾ ആലോചിക്കണം, നെഗറ്റീവ് കമന്റ് എന്ന് പറഞ്ഞാൽ ഇവരെ ബോഡി ഷെയ്മിങ്ങോ അല്ലെങ്കിൽ ഇവരെ എന്താ പറയുക വേറെ രീതിയിൽ കളിയാക്കുന്നോ അല്ല നെഗറ്റീവ് കമന്റ്. ഇവരുടെ ഭാഷയിൽ ഇവരുടെ കാഴ്ചപ്പാടിൽ നെഗറ്റീവ് കമന്റ് ആണെങ്കിലും ഇപ്പോൾ പൂജയുടെ അച്ഛൻ കാണുമ്പോഴോ അല്ലെങ്കിൽ പൂജയുടെ അമ്മ കാണുമ്പോഴോ അതല്ലെങ്കിൽ അമലിൻ്റെ പാരൻസ് അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, അവർ കണ്ടാലോ ഉറപ്പായിട്ടും അയ്യോ ഇത് ഞങ്ങൾ ചോദിക്കേണ്ട ചോദ്യങ്ങളാണല്ലോ ഈ ആൾക്കാർ ചോദിക്കുന്നത് എന്ന് തോന്നിപ്പോവും. അത്തരം ചോദ്യങ്ങളാണ് ഈ ആൾക്കാർ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് കേൾക്കാം ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അവർക്ക് പേരെടുത്തൊന്നും പറയുന്നില്ല ഗൈസ്, അവർക്ക് അങ്ങനെ ഒരു ഒബ്ലിസിറ്റി നമ്മൾ കൊടുക്കുന്നില്ല ഗൈസ്. നമ്മൾ പറയാം എന്താ പറയാനുള്ളത് പറയാം. ഇപ്പൊ March 6 അല്ലേ എക്സാം, ഫസ്റ്റ് ഫിസിക്സ്. എന്റെ അനിയത്തിക്കും എക്സാം ആണ്. നിന്റെ സെയിം ഏജ് ആണ്. ഇത്രയും ഡെറിവേഷൻസും ന്യൂമറിക്സ് തിയറി പഠിക്കാൻ ഉണ്ടായിട്ടും ഉത്സവം എക്സ്പ്ലോർ ചെയ്ത് ബ്ലോഗ് ഒക്കെ എടുത്ത് നടക്കുവാണോ? ഇപ്പൊ മനസ്സിലാവില്ല മോളെ. പിന്നെ നമ്മൾ ഇത് പറയുന്നത് വെച്ചാൽ നമ്മുടെ വീഡിയോസ് കാണുന്ന നമ്മളെ കുറച്ച് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, അവർക്കൊന്നും ഹെൽത്ത് ആവരുത്. നെഗറ്റീവ് പറയുന്നവർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ. അതെ, അവർ ചോദിച്ച ചോദ്യം ഇതാണ്. March 6 എക്സാം അല്ലേ? സ്വാഭാവികമായിട്ട് ചോദിക്കുമല്ലോ, എക്സാം ആകുമ്പോൾ ഇങ്ങനെ കളിച്ച് നടക്കും. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ പാരൻസ് അല്ലെങ്കിൽ നമ്മുടെ അയൽക്കാർ ഒക്കെ നമ്മളോട് പറഞ്ഞിട്ടില്ലേ? ഇപ്പോൾ തന്നെ ഈ എൻ്റെ വീഡിയോ കാണുന്ന പാരൻസ് പറയുക, നിങ്ങളുടെ മക്കൾ ഈ പറഞ്ഞ എക്സാം ടൈം ആകുമ്പോഴേക്കും കളിച്ച് നടക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ പറയാറില്ലേ പോയിരുന്നു പഠിക്കും മക്കളെ എന്ന് പറയാറില്ലേ? അതുപോലെ ഇവരോട് ഇഷ്ടമുള്ള ആരോ അയച്ചൊരു കമൻറ്റാണ്, 6 തീയതി എക്സാം അല്ലേ, പഠിച്ചൂടെ, ഈ വ്ളോഗ് എടുത്ത് നടക്കുന്ന സമയത്ത് പഠിച്ചൂടെ. പക്ഷേ ഈ കമൻറ്റ് അയക്കുന്ന ആൾക്കാർക്ക് അറിയില്ലല്ലോ ഇവർ ഫുൾ ടൈം ഈ വ്ളോഗ് എടുത്ത് നടക്കുക അല്ലെന്ന് അവർ ചിന്തിക്കുന്നില്ലല്ലോ. അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ അങ്ങനെ ചിന്തിക്കാം, ഇവരെപ്പോഴും വ്ളോഗ് എടുത്ത് നടക്കുന്നവരല്ല, ഇവർ പഠിക്കേണ്ട സമയത്ത് പഠിക്കുന്നുണ്ടാവും എന്നൊക്കെ ചിന്തിക്കാം. അത് കാണാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ചോദിക്കുന്നത്. ഇതിലെവിടെ പ്രശ്നം എന്നറിയോ? ഇവരുടെ വീഡിയോകൾ കാണുന്നത് കൂടുതലും കുട്ടികളാണ്, യങ്സ്റ്റേഴ്സാണ്. അതായത് ഒരു 15, 16, 17, 18 വയസ്സുള്ള കുട്ടികളാണ് ഇവരുടെ വീഡിയോകൾ കൂടുതൽ കാണുന്നത്. അവർ കൂടുതലും ഇൻസ്പയർഡ് ആവും. അതായത് ഈ പ്രായത്തിൽ കല്യാണം കഴിക്കുന്നു, ഇറങ്ങിപ്പോകുന്നു, കല്യാണം കഴിക്കുന്നു, ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നു, പബ്ലിക്കിലേക്ക് വരുന്നു, കൂടുതൽ പോപ്പുലാരിറ്റി കിട്ടുന്നു, ഫാമിലി വ്ളോഗറായി മാറുന്നു. ഇതൊക്കെ കാണുന്ന ടീനേജിലുള്ള പിള്ളേർ ഇതിലങ്ങോട്ട് ആകൃഷ്ടരാകും, ഇൻസ്പയർഡ് ആയിട്ട് അവരിലും ചിലപ്പോൾ ഇത്തരം മോഹങ്ങൾ മുളയ്ക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്, മുളയ്ക്കാം. പലരും പറയും അങ്ങനെയൊന്നും ആരും കണ്ടു പഠിക്കത്തില്ല, തെറ്റും ശരിയും അറിയാൻ പ്രാപ്തി ഇന്നത്തെ കുട്ടികൾക്കുണ്ട്. അതേ ഇന്നത്തെ ജനറേഷനിലുള്ള കുട്ടിയാണ് പൂജയും. ചിന്തിക്കേണ്ട പോയിന്റ് അവിടെയാണ്. പൂജയെപ്പോലെ അല്ല എല്ലാ കുട്ടികളെന്ന് പറഞ്ഞാലും
പൂജയെപ്പോലുള്ള കുട്ടികൾ ഉണ്ടാവുമല്ലോ. ഞാനിവിടെ പൂജ ചെയ്തത് തെറ്റാണെന്നോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയത് തെറ്റാണെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ പൂജയ്ക്ക് കുറച്ചുകൂടെ ഒന്ന് കാത്തിരിക്കാമായിരുന്നു. പഠിച്ച് ഒരു ജോലിയൊക്കെ വാങ്ങിയ ശേഷമായിരുന്നു ഇങ്ങനൊരു കാര്യം ചെയ്തതെങ്കിൽ ആരും കുറ്റം പറയില്ല. ഇവിടെ എന്താ പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ, അമലിന് ഒരു പ്രോപ്പറായിട്ടൊരു ജോലി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. എന്നും പണിയുണ്ടോ എന്ന് അറിയില്ല, സ്വന്തമായിട്ടുള്ള ഒരു പണിയാണോ എന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇത് നിങ്ങൾ ഫേസ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇത്തരം നിങ്ങളുടെ ലൈഫ് പബ്ലിഷ് ചെയ്യരുത്, പബ്ലിസിറ്റി കൊടുക്കരുത്. നിങ്ങൾ തന്നെ വന്ന് നിങ്ങളുടെ ലൈഫ് വിളമ്പി കഴിഞ്ഞു. അപ്പോൾ ഓരോ വീഡിയോയിലും ആൾക്കാർ കാണുന്ന പോരായ്മകൾ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അവരുടെ കൺസേൺ അവർ ചോദിക്കും. അതിന് ഉത്തരം പറയാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ആ റിയാക്ഷൻ എന്ന് പറഞ്ഞ സംഭവം ചെയ്യാതിരിക്കുക. ഇതിനകത്ത് അമൽ സംസാരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുച്ഛിച്ചാണ്. ആൾക്കാർ എല്ലാവരെയും പുച്ഛാണ്. ഗൈസ്, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കൂ ഗൈസ്. ആ ഗൈസ് തന്നെ ഒരു 100 പ്രാവശ്യമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കൂ ഗൈസ്, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കൂ ഗൈസ്. എടോ, അവരെല്ലാവരും അവരുടെ പണിയാണ് ചെയ്യുന്നത്. നിങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊണ്ട് ഇടുന്ന വീഡിയോകൾ വെച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ അതിന് ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരായി പോവും. അതങ്ങനെയാണ്. അതല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തിടുക, കമൻറ്റ് ബോക്സ് ഓപ്പൺ ചെയ്യാതിരിക്കുക. നിങ്ങൾ എല്ലാവരും നിങ്ങളെ പോസിറ്റീവ് മാത്രമേ പറയാവൂ എന്ന് വാശി പിടിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. നിങ്ങളെ ചോദ്യം ചെയ്യുന്ന കമൻസും വരും. ഇവിടെ നിങ്ങളെ ബോഡി ഷെയിം ചെയ്തിട്ടില്ല ആരും. പിന്നെ ചില ആൾക്കാരുടെ കമൻറ്റ് പൂജ വായിക്കുന്നുണ്ട്, നീ പിന്നെ അറിയത്തുള്ളൂ, നീ പോകെ മനസ്സിലാകത്തുള്ളൂ. അത് അവരുടെയൊക്കെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതായിരിക്കാം. ഒരു പക്ഷേ അവരും ഇതുപോലെ ഏതെങ്കിലും സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രവർത്തികൾ ഇതുപോലത്തെ ചെയ്തിട്ട് നാളെ ദുഃഖിക്കുന്ന ആൾക്കാരായിരിക്കാം. മനസ്സിലായോ? പണ്ട് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം നീ പഠിച്ചില്ലെങ്കിൽ നാളെ നീ വിവരം അറിയും, മനസ്സിലാക്കിയില്ലെങ്കിൽ അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കാണാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല? നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് അവർ. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ പഠിച്ചില്ലെങ്കിൽ, പൂജ ഇപ്പോൾ പഠിച്ചില്ലെങ്കിൽ, പ്രോപ്പറായിട്ട് പഠിച്ചില്ലെങ്കിൽ നാളെ ഒരുപാട് വിഷമിക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നത് അങ്ങനെ പോസിറ്റീവായിട്ട് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങളവിടെ ചിന്തിക്കുന്നത് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നു, നിങ്ങളെ നെഗറ്റീവ് പറയുന്നു, നിങ്ങളെ രണ്ടുപേരും പിരിക്കാൻ നോക്കുന്നു. അങ്ങനെയൊന്നും ആർക്കും ഒരു തീരുമാനം ഉണ്ടാവില്ല. അവർ പറയുന്നത് പൂജയുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. കാരണം നമ്മൾ ഒരുപാട് കാഴ്ചകൾ കാണുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഒരു സമയം കഴിയുമ്പോൾ, നിങ്ങളുടെ ഈ ഒരു പ്രായം കഴിയുമ്പോൾ, പ്രായം പോകുന്നതനുസരിച്ച് മനുഷ്യൻ്റെ ചിന്താഗതിയിൽ മാറ്റങ്ങൾ വരും. ഒരു പ്രായം കഴിയുമ്പോൾ എന്തും സംഭവിക്കാം. അപ്പോൾ എന്താ നാളത്തെ കാര്യം എന്ന് പറയാൻ പറ്റില്ല. ആ സമയത്ത് നിലനിൽക്കണമെങ്കിൽ, പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരു ജോലി അത്യാവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് പഠിക്കാൻ പറയുന്നത്. ഈ വീഡിയോയ്ക്കകത്ത് പൂജ പറയുന്നത്, ഞാൻ +2 ജയിക്കും ഗൈസ്, D+ഉം CA ഒക്കെ വാങ്ങിച്ചാലും ജയിക്കും. പക്ഷേ ഒരു ജോലി, നല്ലൊരു ജോലി കിട്ടണമെങ്കിൽ അത് മതിയാവില്ല. എന്നാൽ പഠിച്ചവർ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല. അതൊക്കെ ഓരോരുത്തരുടെയും വിൽ പവറും കോൺഫിഡൻസ് പോലെയൊക്കെ ഇരിക്കും. പൂജയ്ക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് കേട്ടോ, അത് പറയാണ്ടിരിക്കാൻ വയ്യ. പൂജ വളരെ കോൺഫിഡൻറ്റോടെ സംസാരിക്കുന്നത്. ഈ അമലിൻ്റെ ഫാമിലി അല്ലെങ്കിൽ അമലുടെ ഫാമിലിയും പൂജ അത്രയും കെയർ ചെയ്യുന്നുണ്ടെന്നൊക്കെ പൂജ പറയുന്നുണ്ട്. അതങ്ങനെ തന്നെ പോട്ടെ, ഞാനും ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ബാക്കിയേക്ക് എക്സാം 6-ാം തീയതിയാണ്. അത് എനിക്കറിയാം. ഫിസിക്സ് ആണ് എക്സാം എന്നും എനിക്കറിയാം. ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്, പഠിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും നമ്മുടെ ബ്ലോഗിൽ അപ്ലോഡ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ അത് അപ്ലോഡ് ചെയ്താലും എന്താണ് പറയുന്നത്, വീഡിയോയ്ക്ക് വേണ്ടി പഠിക്കുന്നു, അവളല്ലാതെ പഠിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് നമ്മൾ ജസ്റ്റ് ഓക്കെ ചെയ്യാൻ അത് ഇടണ്ട, അല്ല നമ്മുടെ ലൈഫ് സ്റ്റൈൽസ് ഫുള്ള് കാണിക്കാന്ന് വെച്ചാൽ. അപ്പൊ നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ തന്നെ നമ്മൾ അതിനകത്ത് കാണിക്കുന്നത് എല്ലാം ആണ് റിയൽ. മോനെ, ആ കൊച്ചു സംസാരിക്കട്ടെ, നീ ഇടയ്ക്ക് കയറി സംസാരിക്കല്ലേ. നിനക്ക് സംസാരിക്കാനുള്ള സമയം ആ കുട്ടി തരുന്നുണ്ടല്ലോ. ഇടയ്ക്ക് കയറി അതിന് സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല, അങ്ങ് വിളമ്പാണ്. അത് അതിന്റെ കാര്യം പറയല്ലേ, പറയട്ടെ. എടുക്കാനും പറ്റത്തില്ല. അപ്പൊ നമുക്ക് രാവിലെ കുറച്ച് കാര്യം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഉച്ചയ്ക്കായിരിക്കും എടുക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്കുള്ള ആ ഒരു ടൈമിൽ നമ്മൾ വേറെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പൊ അതെന്താണ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ പഠിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യം ഞങ്ങൾക്ക് അറിയത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അറിയത്തില്ല. അതെ, നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ആ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ എന്താണോ പബ്ലിക്കിൽ കൊടുക്കുന്നത് അത് വെച്ചിട്ടാണല്ലോ ചോദ്യങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾ കൊടുക്കേണ്ട കാര്യങ്ങൾ മാത്രം കൊടുക്കുക. ഇപ്പോൾ പഠിക്കുന്ന കാര്യം വീഡിയോയിൽ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. വീഡിയോയിൽ ഉൾപ്പെടുത്താം. അങ്ങനെ വീഡിയോയിൽ ഉൾപ്പെടുത്തുമ്പോൾ ഈ കുട്ടി അങ്ങനെ പോയെങ്കിലും അത് പഠിക്കുന്നുണ്ടല്ലോ എന്നും ആൾക്കാർ ചിന്തിക്കും. നിങ്ങൾ പറഞ്ഞു ഈ കുട്ടി പഠിക്കുന്നത് കാണിക്കാൻ വേണ്ടിയാണ് വീഡിയോ എടുക്കുന്നത് എന്ന് ആൾക്കാർ പറഞ്ഞു. എന്തേ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല? അങ്ങനെ ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയെങ്കിലും ആ കുട്ടി പഠിക്കുന്നുണ്ടല്ലോ എന്ന് ആൾക്കാർ ചിന്തിക്കും എന്തേ ചിന്തിച്ചില്ല? അങ്ങനെ എന്തേ നിങ്ങൾക്ക് തോന്നിയില്ല? അപ്പോൾ നിങ്ങളെല്ലാം നെഗറ്റീവായിട്ടാണ് കാണുന്നത്. ആൾക്കാർ പോസിറ്റീവായിട്ട് പറയുന്ന കാര്യങ്ങളെപ്പോലും നിങ്ങൾ നെഗറ്റീവായിട്ടാണ് കാണുന്നത്. നമ്മുടെ കാഴ്ചപ്പാടല്ലേ ഇപ്പോൾ മാറ്റേണ്ടത്, ശരിയല്ലേ? നമ്മുടെ കാഴ്ചപ്പാട് മാറാത്തതിന് നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. നിങ്ങൾ പബ്ലിക്കിൽ കൊടുക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ്, ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങൾ പബ്ലിക്കിൽ കൊടുക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് ആൾക്കാർ നിങ്ങളെ അനലൈസ് ചെയ്യുന്നതും നിങ്ങളുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുന്നതും. അത് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഓക്കെ, ബാക്കി പറയാതിരിക്കുക. അപ്പം അറിയാത്ത കാര്യങ്ങൾ പറയരുത്. ഓക്കെ, അതേ ഞാൻ പറയുന്നുള്ളൂ. അടുത്തത്
കുട്ടി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ അതൊരു പെണ്ണ് എന്നായിരിക്കും. തന്നെ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ പെണ്ണ് അതൊരു മോശം കമൻ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അങ്ങനെയൊന്നും പറയാൻ പാടില്ല. കുട്ടി അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. ആ കുട്ടി എനിക്കൊന്ന് 2 വർഷത്തോളമായി കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെയും വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അവരങ്ങനെ അങ്ങ് പോട്ടെ. എന്തായാലും കല്യാണം കഴിഞ്ഞു, അവർ ജീവിതം തുടങ്ങിയിട്ടുണ്ട്. പൂജന പയ്യൻ സ്കൂളിൽ വിടുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങളായിട്ട് കണ്ടിട്ട് അവർ ജീവിച്ച് പോട്ടെ എന്നല്ലേ വിചാരിക്കേണ്ടത്. നീ അനുഭവിക്കാൻ പോകുന്നുള്ളതെന്ന് പറയുമ്പോൾ നാളത്തെ കാര്യം ആർക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരാളുടെ കൂടെ വീട്ടുകാർ അറിഞ്ഞ് കെട്ടിച്ചു വിട്ട് എത്രയോ പേരുടെ ലൈഫ് സ്പോയിലായിട്ടുണ്ട്. വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി എല്ലാ ആടയാഭരണങ്ങളും അണിഞ്ഞ് ലക്ഷങ്ങൾ സ്ത്രീധനം കൊടുത്തൊക്കെ നടത്തി വിടുന്ന കല്യാണങ്ങൾ എത്രയോ എണ്ണം സ്പോയിലായി പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഇവരുടെ ലൈഫ് നാളെ എന്തായിത്തീരും എന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ പൂജ പഠിച്ച് നല്ല നിലയിലെത്താം, അല്ലെങ്കിൽ എത്തും എന്ന് കരുതി ഒരാളുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് നീ അനുഭവിക്കത്തേ ഉള്ളൂ, നീ അനുഭവിക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ എന്ന് പറയുന്നതൊന്നും അത്ര നല്ല ഏർപ്പാടായിട്ട് തോന്നുന്നില്ല. അത് വളരെ മോശം കമൻ്റ് ആയിപ്പോയി. കേൾക്കാൻ ബാക്കി. ഈ പെണ്ണ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ടായിരിക്കും അങ്ങനെ നെഗറ്റീവ് മാത്രം പറയുന്നത്. അപ്പൊ നമുക്കതൊരു അഡ്വൈസ് ഒക്കെ തരുമായിരിക്കും ചിലപ്പോൾ ആ ചേച്ചി. നമുക്കറിയത്തില്ല. കാരണം എന്താണ് ഞാൻ അനുഭവിക്കാൻ പോകുന്നത് എനിക്ക് അറിയാമേ. നാളെ ഇനി എന്നെ കാലത്ത് പോകും എന്നാണോ എന്താണ് പറയുന്നത്. എന്തായാലും ദൈവം സഹായിച്ചു. രണ്ടുപേരും ഒരുമിച്ച് കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് ജീവിതം അങ്ങനെ കുളം തോണ്ടിക്കൊണ്ടതാണ്. എന്താ പറയുക. അപ്പൊ അങ്ങനെയൊക്കെ അത് പറയാതെ ഇപ്പൊ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പ്രായം കുറവായിരിക്കും. അപ്പൊ അന്നും പറഞ്ഞ് നമ്മുടെ റിലേഷൻ പെട്ടെന്ന് ബ്രേക്ക് ആയി പോകുന്ന ആർക്കും ജഡ്ജ് ചെയ്യാൻ പറ്റാത്ത കാര്യം. എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ സംസാരിക്കുന്നത്? നമ്മൾ ഇടുന്ന വീഡിയോ കാണും, അല്ലെങ്കിൽ ഇഷ്ടമല്ലെങ്കിൽ കാണാതിരിക്കും. നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്, അവർക്ക് അവരെ കാണുന്നുണ്ട്, നമുക്ക് സപ്പോർട്ട്. അമലെ, നിന്റെ ആറ്റിറ്റ്യൂഡ് വളരെ മോശം മോനെ, പറയാണ്ടിരിക്കാൻ വയ്യ. കാരണം പൂജ പിന്നെയും പോസിറ്റീവായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവനാണ് അവിടെ അതിനെ നെഗറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതത്ര നല്ല ആറ്റിറ്റ്യൂഡായിട്ട് തോന്നുന്നില്ല. ഒരാളൊരു കമൻറ്റ് അയക്കുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് സൈഡ് നോക്ക്. എല്ലാം നീ നെഗറ്റീവ് എന്ന് പറയല്ലേ. ഈ വീഡിയോയ്ക്കകത്ത് എത്രയോ പ്രാവശ്യം നെഗറ്റീവ് കമൻറ്റ് എന്ന് പറയുന്നുണ്ട്. നിങ്ങളെ അഡ്വൈസ് ചെയ്യുന്ന കുറേയധികം കമൻറ്റ്സ് ഉണ്ട് അതിനകത്ത്. അതുകൊണ്ട് എല്ലാം നിങ്ങളെ അടച്ചാക്ഷേപിക്കുന്ന കമൻറ്റുകളല്ല. നിങ്ങൾ വായിച്ചതിനകത്ത് ഞാനിപ്പോൾ ഏകദേശം 18 മിനിറ്റോളം ഈ വീഡിയോ ഉണ്ട്. ഇതിനകത്ത് കുറേയൊക്കെ വേണ്ടാത്ത കമൻറ്റുകളുണ്ട്. പക്ഷേ കൂടുതലും ഇവരെ അഡ്വൈസ് ചെയ്യുന്ന ലെവലുള്ള കമൻറ്റ്സാണ്. അതിനകത്ത് നശിച്ച് പോകുമ്പോഴുള്ള കമൻറ്റുകളൊന്നും ഞാൻ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എനിക്കൊട്ടും താല്പര്യം തോന്നാത്ത കമൻറ്റുകളാണ്. പക്ഷെ അല്ലാതെ തന്നെ ഇവരെ ഉപദേശിക്കുന്ന പോലത്തെ കമൻറ്റുകൾ, ഇവരെ പാരൻസ് പറയുന്ന പോലെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്ന കമൻറ്റുകളുണ്ട്. അതിനെപ്പോലും ഈ അമല് പറയുന്നത് എന്താണ്? നെഗറ്റീവ് കമൻറ്റ്. അത് ഈ പ്രായത്തിൻ്റെ പ്രശ്നമാണ്, വേറെ ഒന്നുമല്ല. കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും എന്തുകൊണ്ടാണ് ഈ ആൾക്കാർ ഇപ്പോൾ ഇതിങ്ങനെ പറയുന്നത് എന്നുള്ളത് പോകെ മനസ്സിലാവും. ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവുമല്ലോ, ആ സമയത്തൊക്കെ മനസ്സിലാവും. അയ്യോ, അന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ചാൽ മതിയായിരുന്നു, അന്ന് ഞാൻ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്നൊക്കെ തോന്നും. പക്ഷെ ആ സമയത്ത് ചിലപ്പോൾ വൈകിപ്പോയിട്ടുണ്ടാവും. അതൊക്കെയാണ് ഈ ആൾക്കാർ ഉദ്ദേശിക്കുന്നത്. ബാക്കി നെഗറ്റീവ് പറയുന്നവർ വെറുതെ കിടന്ന് പറയും, അത്രേ ഉള്ളൂ. ഇപ്പൊ നാളത്തെ കാര്യം എന്താണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഇപ്പൊ എന്തായാലും ഹാപ്പിയാണ്. എടാ ചെക്ക, ആ കുട്ടി സംസാരിക്കട്ടെ, അതിനെ സംസാരിക്കാൻ വിട് നീ. എന്താണത്? ഓഫ്, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ഞങ്ങൾ ഇനി അനുഭവിക്കാൻ കുഴപ്പമില്ല, ഞങ്ങൾ ഒരുമിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. അപ്പം എന്ത് കഴിച്ചാലും വീട്ടിൽ വേറെ ആർക്കും കൊടുക്കാറില്ലല്ലോ. ഒന്നാമത്തെ കാര്യം, നമ്മൾ രണ്ടും വീഡിയോ ചെയ്യുമ്പോൾ ഞങ്ങളെ കാണത്തുള്ളൂ. അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിയും. അവർ വരുമ്പോൾ അവർക്കുള്ളതല്ലേ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതൊന്നും നമ്മൾ അവര് വീഡിയോയിൽ അവർ വരത്തില്ല. നമുക്ക് നമ്മുടെ വീഡിയോയിൽ എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ അവർക്ക് കുറച്ച് ജോലി തിരക്കും പിന്നെ മടിയൊക്കെ ഉണ്ട്. ഇതിനു മുമ്പ് ഞങ്ങൾക്ക് തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് അതുപോലെ മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ പിന്നെ പയ്യെ ഇതൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ആയി. അപ്പൊ അവര് അതുപോലെയൊക്കെ കുറച്ചുകൂടെ കഴിയുമ്പോൾ കഴിയാമായിരിക്കും. കുറച്ചുകൂടെ കഴിഞ്ഞാൽ അവര് നമ്മൾ വീഡിയോയിൽ മെയിൻ ഒക്കെ നോക്കാം. അപ്പൊ കൊടുക്കുന്നില്ല എടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നവര് വീട്ടിൽ വന്ന് അന്വേഷിക്കും. നമ്മളെല്ലാവരും ഷെയർ ചെയ്താണ് നമ്മുടെ വീട്ടിൽ കൂട്ടുകുടുംബം പോണേ. ഞാൻ അച്ഛൻ അമ്മ ചേട്ടൻ പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരേപോലെ ഒരു കലത്ത് ചോറിട്ട് എല്ലാവരും ഷെയർ ചെയ്താണ് കഴിക്കുന്നത്. സെപ്പറേറ്റ് വെപ്പ് ഞങ്ങൾ അല്ലാതെ കഴിക്കുന്ന കൊടുക്കുന്നില്ല, അങ്ങനൊന്നുമില്ല. ഓക്കെ, എന്തായാലും നന്നായിട്ട് പോട്ടെ. അച്ഛനും അമ്മയ്ക്കും ഒരു ഹാറ്റ്സ് ഓഫ് പറയാണ്. കാരണം ഈ പ്രായത്തിലൊരു കുട്ടീനെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ ഒരു പാരൻസും വീട്ടിൽ കയറ്റത്തില്ല, ഇറക്കി വിടത്തേ ഉള്ളൂ. പക്ഷെ അവർ പൂജേനെയും അമലിനെയും സ്വീകരിച്ചു, വീട്ടിൽ കഴിച്ച് അവർ നന്നായിട്ട് നോക്കുന്നുണ്ട്. അത് പൂജയുടെ മുഖത്തുനിന്ന് അറിയാൻ പറ്റുന്നുണ്ട്. സന്തോഷമാണ് ആ കുട്ടി ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്. വീഡിയോയ്ക്ക് വേണ്ടിയാണോ എന്ന് നമുക്കറിയില്ല. നമുക്ക് ഈ വീഡിയോയിൽ കണ്ടുള്ള അറിവ് മാത്രമേ ഇവരെക്കുറിച്ചുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരുടെ ജീവിതം ഒന്നും പറയാൻ നമ്മൾ ആളല്ല. പക്ഷേ ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം ഇവരെല്ലാത്തിനും നെഗറ്റീവ് മാത്രം കാണുന്നതുകൊണ്ടാണ്. ഞങ്ങളുടെ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റ് നെഗറ്റീവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അങ്ങനെ അല്ല, നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. ബാക്കി കുറേ ഉണ്ട്, ഏകദേശം 18 മിനിറ്റോളം ഉണ്ട്. എല്ലാം സംസാരിക്കാൻ എന്ന് കഴിഞ്ഞാൽ നമുക്കും ഒരുപാട് സമയം ഈ പറയുന്ന വീഡിയോ പോകും. ഇവരോട് പറയാനുള്ള ഒറ്റ കാര്യം, നിങ്ങളുടെ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റ് നെഗറ്റീവ് എന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്, പറഞ്ഞ് മനസ്സിലാക്കുന്ന കമൻറ്റുകളാണെന്ന് ചിന്തിക്കുക. അതായത് എല്ലാ കമൻറ്റുമല്ല ഞാൻ പറഞ്ഞത്. ഈ നശിച്ചു പോവും, നീ നന്നാവത്തില്ല, ഗതി പിടിക്കത്തില്ല, ഇതുപോലുള്ള കമൻറ്റുകൾ നിങ്ങൾ ഇഗ്നോർ ചെയ്യുക, ഒഴിവാക്കുക. എന്നിട്ട് അവിടെ ജയിച്ച് കാണിച്ചു കൊടുക്കുക, ജീവിച്ച് കാണിച്ചു കൊടുക്കുക. അതാണ് വേണ്ടത്. അല്ലാതെ എല്ലാത്തിനും നിങ്ങൾ മറുപടി കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് സമയം ഉണ്ടാവത്തില്ല. ഇപ്പോൾ ഇട്ടേക്കുന്ന വീഡിയോ താഴെ എത്രയോ നെഗറ്റീവ് കമൻറ്റുകളുണ്ട്. നിങ്ങൾ നാളെ അതിന് റിപ്ലൈ കൊടുക്കുമോ? അങ്ങനെ റിയാക്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ സമയം ഉണ്ടാവുള്ളൂ. കുട്ടികളെ, നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? നിങ്ങൾ ഇപ്പോൾ പൂജ പഠിക്കാൻ പോവുക, നന്നായിട്ട് പഠിക്കുക, നല്ലൊരു ജോലി വാങ്ങുക,
അമലും അതുപോലെ തന്നെ മുന്നോട്ട് നല്ലൊരു ജോലി കണ്ടെത്തുക, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന ജോലിയാണെങ്കിൽ അതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്ത് നല്ല രീതിയിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുക. നിങ്ങളെ നശിച്ചു പോകും അല്ലെങ്കിൽ ഗതി പിടിക്കില്ല എന്ന് പറഞ്ഞവരെ കൊണ്ട് തന്നെ കണ്ടില്ലേ അവർ ജീവിക്കുന്ന കണ്ടില്ലേ, അന്ന് അങ്ങനെ ഇറങ്ങി പോയിട്ടാണെങ്കിൽ പോലും അവരിന്ന് സുഖമായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ എന്ന് പറയിപ്പിക്കുക വേണ്ടത്. പകരം ഇങ്ങനെ വന്നിരുന്നിട്ട് ശരിക്കും നിങ്ങൾ കൂടുതൽ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ. ഒരു മൂത്ത സഹോദരൻ്റെ സ്ഥാനത്ത് നിന്ന് പറയുന്നു വിചാരിക്കുക. നിങ്ങൾക്ക് അങ്ങനെ ഒരു സഹോദരൻ ആവശ്യം ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ നിങ്ങളുടെ വീഡിയോ കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അങ്ങനെയാണ്, അങ്ങനെ ആയി മാറും നിങ്ങൾ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് അമലിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ ഞാനെന്തോ വെട്ടിപ്പിടിച്ചൊരു ലെവലിലാണ് അമൽ ചിന്തിക്കുന്നത്. ഒന്നുമല്ല മോനെ, ഒന്നുമല്ല. ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, മുന്നോട്ട് പോകുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ പോകുന്ന പോലെ തന്നെ പൂജനെ പഠിക്കാൻ വിടുക, നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റട്ടെ. എനിവേ, നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.